കഴിഞ്ഞ 25 ദിവസക്കാലമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി ഒരു ഭരണകക്ഷി MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പ്രതികരണവും നടത്താതെ സർക്കാർ ഇരിക്കുകയാണ്. യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇന്ന് രാവിലെ ഡൽഹിയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പോലും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ഉത്തരവും പറയാനില്ല. സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ 3 വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു, അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് BJP-യുമായി ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, ലഹരി മരുന്ന് മാഫിയ, ഇവർക്ക് പൊളിറ്റിക്കൽ പേട്രണേജ്, ഈ വാക്കാണ് ഉപയോഗിച്ചത് നിയമസഭയിൽ, പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് CPM ആണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പല ആവർത്തി നിയമസഭയ്ക്കകത്തും പുറത്ത് ഓൺ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു ഭരണകക്ഷി MLA തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. ഭരണകക്ഷി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്ന ഒരു ഭരണകക്ഷി MLA തന്നെ മറ്റ് ചില MLA-മാരും ആളുകളും അതിന് പിന്തുണയുമായി, മുൻ MLA-യും ഇപ്പോഴുള്ള MLA-യൊക്കെ അതിന് പിന്തുണയുമായി വന്നിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അടിവരയിടുകയാണ്. ഒരു കാര്യം കൂടി, പൂരം കലക്കിയത് BJP-യെ ജയിപ്പിക്കാനാണെന്ന് ആദ്യ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു. BJP-യും CPM-ഉം തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത്. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നലെ ചേർന്ന UDF യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ. ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണപരാജയം കൂടി ഗവൺമെൻറ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുക. ചെക്ക് പോലും മാറുന്നില്ല. 5 ലക്ഷം രൂപയുടെ മീതെ ചെക്ക് മാറുന്നില്ല. മന്ത്രിമാർ വെറുതെ വന്ന് മന്ത്രിസഭാ യോഗം കൂടിയിട്ട് പോവുക. ഭരിക്കാൻ പറ്റുന്നില്ല, ഗവേണൻസ് നടക്കുന്നില്ല, ഭരണം നടക്കുന്നില്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വിവിധ വകുപ്പുകൾ, കേരളത്തിലെ പൊതുജനാരോഗ്യ അപകടത്തിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു, മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല, KSRTC തകർന്നു, KSEB ഒരു കൊല്ലം 2 പ്രാവശ്യം ചാർജ് കൂട്ടി വീണ്ടും ചാർജ് കൂട്ടാൻ പോകും. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കനത്ത പ്രതിസന്ധിയിലൂടെ, ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു, വെൽഫെയർ ആക്ടിവിറ്റീസ് തകർന്നു, കാരുണ്യ സംവിധാനം, ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങൾ തകർന്നു. തികഞ്ഞ ഭരണപരാജയമാണ് സർക്കാരിന്. ഈ ഭരണപരാജയത്തിൻ്റെ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി UDF തെരുവിലിറങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും. 8-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും കേരളത്തിലെ 13 ജില്ലാ ആസ്ഥാനങ്ങളിലും UDF-ൻ്റെ വൻ പ്രതിഷേധ പരിപാടികൾ വരും. അതെല്ലാം തുടക്കമാണ് നല്ല രീതിയിലുള്ള സമരത്തിലേക്ക്, സമര പരമ്പരകളിലേക്ക്. മുഖ്യമന്ത്രി രാജിവെക്കണം. ഇത് ഞങ്ങൾ പറഞ്ഞത് സർക്കാരല്ല, ഇത് കൊള്ളക്കാർ എന്നാണ് UDF-ൻ്റെ പറഞ്ഞ വാചകം. നേരത്തെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വാചകം സർക്കാരല്ല, ഇത് കൊള്ളക്കാർ എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന, അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്. കേരളം വളരെ അപകടകരമായ സ്ഥിതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കിയിരിക്കും. അവർക്കാണ് അവിടെ നിയന്ത്രണം. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസിനെ നിർവീര്യമാക്കി
മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഉപജാപക സംഘമാണ്. അത് തന്നെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ഭരണകക്ഷി MLA അതുപോലെ തന്നെ ആവർത്തിക്കുന്നത്. അതായത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്.